നടി തൃഷയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശത്തിൽ അറസ്റ്റിലായ തമിഴ്നാട് പ്രതിപക്ഷ നേതാവും DMK നേതാവുമായ ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കുമെന്ന് സർക്കാർ. മദ്രാസ് ഹൈക്കോടതിയിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിലെടുത്തത്. റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, നാടകീയ അറസ്റ്റിന് ശേഷം ഏറ്റവും ഒടുവിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും രാവിലെ മുതൽ തുടങ്ങിയ നാടകീയ രംഗങ്ങൾക്കാണ് ഇപ്പോൾ തിരശ്ശീല വീണിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പായിരുന്നു ഹൈക്കോടതിയിൽ വിജയ് സർക്കാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഉദയനിധി സ്റ്റാലിനുമായി ബന്ധപ്പെട്ട അറസ്റ്റിലാണ് AG സർക്കാരിൻ്റെ വിജയ് സർക്കാരിൻ്റെ നിലപാട് ഈ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കോടതിയെ ഈ വിവരങ്ങളാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉദയനിധി സ്റ്റാലിനെ, തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തത് ഈ റിമാൻഡ് ചെയ്യാനോ അതോടൊപ്പം തന്നെ മറ്റ് നടപടികൾക്കോ അല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ തൃശ്ശയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യാനാണ് വിളിപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെന്നൈയിലെ വീട്ടിൽ നിന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ഇനി തഞ്ചാവൂരിലെത്തിച്ച് അവിടെ നിന്നും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമെന്നാണ് ഇപ്പോൾ ഈ കോടതിയെ എന്തായാലും വിജയ് സർക്കാർ AG വഴി അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ തുടർ നീക്കങ്ങളും ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും തഞ്ചാവൂരിൽ എത്തിക്കുമോ അതോ പകുതി ഏതെങ്കിലും വഴിയിൽ ഇറക്കി സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത് വിടുമോ എന്നെല്ലാമാണ് ഇനിയും എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഒരു അപ്രതീക്ഷിത സംഭവം തന്നെയായിരുന്നു DMK സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. ഇന്നലെ ആയിരുന്നു കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് DMK ഒരു കർഷകരുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ആ പ്രതിഷേധ യോഗത്തിലാണ് ഇത്തരമൊരു പരാമർശം ഉണ്ടാകുകയും പിന്നീട് TVKയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വരികയും TVKയുടെ വനിതാ വിങ് നേതാവ് തഞ്ചാവൂർ പോലീസിൽ പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് ഈ ചെന്നൈയിലെ ഉദയനിധിയുടെ വസതിയിലെത്തി ഈ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ അറസ്റ്റ് ഉണ്ടാകുമ്പോഴും കടുത്ത നടപടി ഉണ്ടാകുമ്പോഴും വിജയോടൊപ്പം നിൽക്കുന്ന കക്ഷികൾ ഇതിനെതിരായി രംഗത്ത് വരുന്നതാണ് കണ്ടത്. CPIM അടക്കമുള്ള TCK അടക്കമുള്ള പ്രമുഖരായ പല പാർട്ടികളും നേതാക്കളും രംഗത്ത് വന്നു. കാരണം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഈ ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങുകയാണ്. ആ ബഡ്ജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് സഭയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരിക്കുന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന് ഈ വിജയോടൊപ്പം നിൽക്കുന്ന കക്ഷികളും ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു കടുത്ത നടപടിയിലേക്ക് വിജയ് സർക്കാർ പോകാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്, മുൻകാലങ്ങളിൽ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഇപ്പോൾ കരുണാനിധിയെയും അതോടൊപ്പം തന്നെ ജയലളിതയും എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അത്തരം ഒരു നീക്കത്തിലേക്കും ഇതും പോകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമെന്നാണ് ഇപ്പോൾ TVK സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ TVK നേതാക്കൾ പറയുന്നത് ഈ വനിതകളുടെ പൊതുവികാരമായിരുന്നു ഇത്തരത്തിൽ പരാമർശം നടത്തുന്നവരെ ഇത്തരം പിടികൂടുക എന്നത്. അതാണ് തങ്ങൾ നടപ്പിലാക്കിയത്. അതോടൊപ്പം തന്നെ ജയലളിത സർക്കാർ ഉണ്ടായിരുന്നെങ്കിലും ഉദയനിധി സ്റ്റാലിനെ കയ്യാമം വയ്ക്കുമായിരുന്നുവെന്നും വിജയ് സർക്കാരിലെ മന്ത്രിയായ നിർമ്മൽ കുമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു അനുകൂല സാഹചര്യമായി മാറാനുള്ള ഒരു സാധ്യതയാണ് അവസാന ഘട്ടം ഉണ്ടായിരിക്കുന്നത്. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനു ശേഷം തഞ്ചാവൂരിലേക്കുള്ള യാത്രയിൽ വിവിധ ഭാഗങ്ങളിൽ വലിയ സമരങ്ങൾ നടക്കുന്നു. TVK പ്രവർത്തകർ ഇദ്ദേഹത്തിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നു. ഇദ്ദേഹത്തിന് ഭക്ഷണം നൽകാനുള്ള ശ്രമം നടത്തുന്നു. വാഹനങ്ങൾ തടഞ്ഞ് ഇദ്ദേഹത്തിന് ഭക്ഷണം നൽകാനുള്ള ശ്രമമാണ് പലയിടങ്ങളിലും കണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതൊരു അനുകൂലമായൊരു സാഹചര്യമായി മാറുമോ എന്നും TVK ഇപ്പോൾ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു നേതാക്കളെല്ലാം അങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കോടതിയിൽ, മദ്രാസ് ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ളൊരു നീക്കവുമായും TVK സർക്കാർ വന്നിരിക്കുന്നത്. എന്തായാലും ഇനി തഞ്ചാവൂരിൽ എത്തിച്ച് ചോദ്യം ചെയ്ത് അദ്ദേഹത്തെ പുറത്തുവിടാനുള്ള, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനനുകൂലമായി തന്നെയാണ് ഹൈക്കോടതിയുടെ പരാമർശം. TVK സർക്കാരിൻ്റെ AG ഇത്തരത്തിൽ കോടതിയെ ഈ വിവരം അറിയിച്ചപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം ഇദ്ദേഹത്തെ ഇന്ന് തന്നെ ചോദ്യം ചെയ്ത് ഇദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നാണ് കോടതിയും മദ്രാസ് ഹൈക്കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി. നടി തൃഷയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശത്തിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനാണ് അറസ്റ്റിലായത്. എന്നാൽ ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ സർക്കാർ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് സർക്കാർ അറിയിച്ചത്. എന്നാൽ റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. ശ്രീജിത്ത് KJ ആണ് വിവരങ്ങൾ നൽകിയത്.